ഞാൻ പോകുന്നിത്താ, വേറൊന്നും തോന്നല്ലേ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഇവളെ എൻ്റെ മയ്യം പോലെ കാണിക്കാൻ ശവം കാണിക്കല്ലേ. ഭാര്യയുമായി അകന്നു താമസിച്ചിരുന്ന ഭർത്താവ് ഭാര്യയും മകനും വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ പിന്നാമ്പുറത്ത് തൂങ്ങി മരിച്ചു. അഞ്ചൽ കരിക്കോൺ സ്വദേശിയായ 44 വയസ്സുള്ള ഷാനവാസിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഞ്ചൽ കരിക്കോണിൽ ഷാനവാസിന്റെ ഭാര്യയും മകനും വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ പുറകുവശത്താണ് ഷാനവാസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാനവാസിന്റെ മരണം ആത്മഹത്യ അല്ലെന്നും തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നും ഷാനവാസിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു. തന്നെ കണ്ടാ അറിയാം ഒരു തൂങ്ങി മരിച്ച ഒരാളല്ല, കാരണം ആ കെട്ടറിയാം, ഒരൊറ്റ കെട്ടേ ഉള്ളൂ. ഇനി അഥവാ ഏതൊരു മനുഷ്യനാണെങ്കിലും മരിക്കുന്ന വെപ്രാളത്തിന് ചിലപ്പോൾ എങ്ങനെ പിടിച്ച് നിൽക്കാനുള്ള സ്ഥലമുണ്ട്, തല മുട്ടി നിൽക്കുന്ന സ്പേസേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിലും സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യത്തില്ല. അതിൽ തന്നെ അറിയാം ഇത് അടിച്ചു കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണ്. അവിടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ രക്തക്കറ അടപ്പുണ്ട്, ഉന്തുംതള്ളം നടന്നത്. ആ കിണറിന്റെ സൈഡിൽ ഉന്തുംതള്ളം നടന്ന് ചെടിയെല്ലാം പറഞ്ഞ് അതിന്റെ കൊപ്പുകൾ കൊണ്ട് കാലി മുറിഞ്ഞതൊക്കെ പാടുകളും മൊത്തം. അവിടെ ഇടത് സൈഡിൽ ഇവിടെ ഒരു കത്തി കിടപ്പുണ്ട്, ഒരു വാച്ചിന്റെ കഷ്ണം കിടപ്പുണ്ട്. എൻ്റെ സഹോദരന് വാച്ചില്ല, വാച്ചിടാറില്ല. ഒരു ബാഗും കിടപ്പുണ്ട്. നല്ല വ്യക്തിക്കറിയാം ഇത് അടിച്ചു കൊന്നിട്ട് കൊണ്ട് കെട്ടിത്തൂക്കിയിട്ടതാണ്. ഇവിടെ അടുത്തെന്ന് പറയുന്ന ഡ്രൈവർ ശശാങ്കൻ എന്ന് പറയുന്നതിന് ഈ ഭാര്യയും കൂടെ ചേർന്നത് തന്നെയാണ്. ഞങ്ങൾക്ക് വ്യക്തമായ സംശയം തന്നെ ഉണ്ട്. ഇതിന്റെ തെളിവുകളെ കണ്ടെത്തി ഈ കൊലപാതകളെ വേണ്ടുന്ന രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഏത് അറ്റം വരെ വേണമെങ്കിലും ഞങ്ങൾ പോകും. എൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി 1-ാം പ്രതി ഷീബ നിരന്തരം ശല്യം ചെയ്ത് എന്നെ ചാവാൻ വരെ പറഞ്ഞവൾ. അവൾ ഞാൻ ചത്താലയാകാമെങ്കിൽ സൗകര്യം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് അവൾ ആങ്ങളെ ചെയ്യാതെ എന്നെ ഫോണിൽ കൂടെ വിളിച്ച് ഗൾഫിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എന്നെയാണെന്നുണ്ടെങ്കിൽ മാനസികമായി പീഡിപ്പിച്ചു. പിന്നെ 3-ാം പ്രതി കരുവൺ ആട്ടോ ഓടുന്ന ശശാങ്കൻ. ഈ 3 പേരുമാണ് നിരന്തരം അവളെ രാത്രി ഫോൺ ചെയ്യുക, ഉച്ചയ്ക്ക് ഫോൺ ചെയ്യുക, എല്ലാം ഞാൻ കീട് സഹിച്ചു. ഇനി അതുകൊണ്ട് ഞാൻ എൻ്റെ ലാസ്റ്റ് മരണം വഴിയാണ്. ഈ 3 പേരുമാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദി. ഞാനിത് പറയാൻ കാരണം ഞാൻ ഉച്ചയ്ക്ക് 3 മണിയായപ്പോൾ അവളെ വീട്ടിൽ വന്നു. അവളറിയാതെ ഞാൻ ബാക്കിൽ നിന്നപ്പോൾ ഇവൾ ഫോൺ ചെയ്യുമായിരുന്നു. അവളെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ ആരാന്നറിയത്തില്ല. എന്തായാലും അവൾ ആങ്ങളെന്തോലും ഇത്ര നേരം അവിടെ കിടന്ന് വിളിക്കത്തില്ല. 1.5 മണിക്കൂർ അതിൻ്റെ പേരിൽ കേസ് കൊടുക്കണം, അവൻ ഇന്നലെ അവിടെ വന്നു അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ഒരുപാട്. അവനെ എടുത്ത് കളഞ്ഞു, അവന് പറഞ്ഞാൽ പോത്തില്ല. അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ആരെയെന്ന് അറിയത്തില്ല. ആരും അവളെ വിളിച്ചു സംസാരിച്ച് അവനെ ഫോൺ നമ്പർ മേടിച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ വരുമോ ശല്യത്തിന് വരുമോ നീ വിളിച്ച് പറഞ്ഞാൽ മതി. അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ 1.5 മണിക്കൂർ ഇവിടെ നിന്ന് സംസാരിക്കുമായിരുന്നു, ആ മഴയ്ക്ക് മുമ്പേ ആയിട്ട്. അത് കഴിഞ്ഞ് അവൾ ഇവിടെ അടച്ചിട്ട് അവൾ പോയത്. പുലലൂരിൽ താമസിക്കുന്ന ഷാനവാസിന്റെ സഹോദരി മുബീനയ്ക്കൊപ്പമാണ് ഷാനവാസ് താമസിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഷാനവാസ് കരിക്കോണിലേക്ക് വന്നത്. ബുധനാഴ്ച രാവിലെയാണ് ഷാനവാസ് തൂങ്ങി മരിച്ചതായുള്ള വിവരം പുനലൂരിൽ താമസിക്കുന്ന ബന്ധുക്കൾക്ക് ലഭിച്ചത്. കരിക്കോണിലെ ഭാര്യ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ പിന്നാമ്പുറത്തെ അരകല്ല് വച്ചിരിക്കുന്ന തട്ടിയുടെ മുകളിൽ മുട്ടുകുത്തി തൂങ്ങി മരിച്ച നിലയിലാണ് ഷാനവാസിനെ കണ്ടെത്തിയത്. കാലിലും മറ്റും രക്തം ഒലിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതാണ് മരണത്തിൽ ബന്ധുക്കൾ ദുരൂഹത ആരോപിക്കുന്നത്. മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകുവാനാണ് ബന്ധുക്കളുടെ തീരുമാനം. തന്റെ മരണത്തിന് ഉത്തരവാദികളുടെ പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഷാനവാസിന്റെ ശബ്ദ സന്ദേശവും സഹോദരി മുബീനയ്ക്ക് കഴിഞ്ഞ ദിവസം ഷാനവാസ് വാട്സപ്പിൽ അയച്ചു കൊടുത്തിരുന്നു. ഇതിനെല്ലാം എൻ്റെ മരണത്തിന് ഉത്തരവാദി അവളായിരിക്കും. എൻ്റെ അടുത്ത് ഞാൻ നല്ലോണം ജീവിക്കാനൊരവളെ ഇന്നലെ വന്ന കാലിൽ പിടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പോലെ കേൾക്കാന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കാണും. ഒന്നുമില്ല ഇവളെന്തോ എന്നെ എന്തെങ്കിലും മാറ്റി നിർത്തുന്നത് എൻ്റെ മക്കൾ പറഞ്ഞ പോലും. അതുകൊണ്ട് എൻ്റെ മരണത്തിന് ഉത്തരവാദി ഞാനിട്ട് തന്നേന്ന് പറഞ്ഞാൽ 2 പേർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 3 പേരായിരിക്കും ഉത്തരവാദി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം നിയമ നടപടി ശക്തമാക്കുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു. ന്യൂസ് കേരളം, കൊല്ലം.